അപ്പൊ ഇന്നൊരു കുഞ്ഞു ട്രിപ്പ് വ്ലോഗ് കണ്ടാലോ? കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ കുറച്ച് തിരക്കായോണ്ട് നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ അന്ന് നമ്മൾ 2 ദിവസത്തിന് പോയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ട്രിപ്പ്. നൈറ്റ് ഒരു 7 മണി ആയപ്പോ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഫുഡൊന്നും നൈറ്റ് ആരും കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാലക്കാട് എത്തിയപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ കയറിയത് തന്നെ ഭയങ്കര ട്രാജഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് നടന്നതുകൊണ്ട് തന്നെ അവിടെ ഫുഡൊക്കെ ഭയങ്കര കുറവായിരുന്നു. നമുക്ക് തന്നെ കഷ്ടിച്ചായിരുന്നു നമുക്ക് അവിടുന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഉള്ളതുകൊണ്ട് ഓടം പോലെ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കഴിച്ചു കണ്ട് അവിടുന്ന് പോന്നു. ആരുടെയും വിശപ്പ് മാറാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാലക്കാടിലെ സോഷ്യൽ കിച്ചണിൽ വീണ്ടും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ കുറച്ച് നെയ് റോസ്റ്റും മഷ്റൂം ദോശ, പൊടി ദോശ അങ്ങനെയൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹൈവേ പിടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബ്ലോക്കിലൊന്നും നമുക്ക് പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. 12 മണിയായപ്പോൾ തന്നെ നമ്മളൊരു ഉടുമ്പൽപേട്ടയ്ക്ക് എത്തിക്കാണ്ട് നമ്മൾ റൂം നോക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആകെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് 12 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റൂം തരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും പെട്ടെന്ന് റൂമൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൂം ഉണ്ടായിരുന്നു, അവിടേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ നമ്മളിവിടെ സെയിം റൂമിലേക്ക് വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കംഫർട്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് റൂൾസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ID കാർഡൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുറച്ച് നിയമങ്ങളാണ്, എന്നാലും നമ്മളെല്ലാവരുടെയും ID കാർഡും ഒക്കെ നമ്മൾ കൊടുത്തതിന് ശേഷമാണ് നമുക്കവിടെ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. മോർണിംഗ് നമ്മളൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് പിന്നെ പറയാം. റൂം വെക്കേറ്റ് ചെയ്ത് ലഗേജ് കിട്ടുന്നതാണ് ഈ പരിപാടി കാണുന്നത്. എന്തോ റോപ്പിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട്, എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പോകുന്ന വഴിയിൽ വേറെ എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അടുത്തത് പോയത് പളനിക്കായിരുന്നു. നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അവിടെ ജസ്റ്റ് ഒന്ന് അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അവരുടെ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചു നമുക്ക് അവിടെ 3 മണിക്കൂറേലും വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യുക അവിടെ കളയാൻ നടക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ എസ്പെഷ്യലി അവിടുത്തെ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അവിടുത്തെ ബദാം മിൽക്ക് അടിപൊളിയായിരുന്നു മോനെ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, സൂപ്പറായിരുന്നു. സോയൊക്കെ വീണ്ടും വീണ്ടും കുടിക്കുന്നുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് അധികം ഇറങ്ങിയതിന് ശേഷം നമ്മൾ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് മഞ്ഞ കുടിച്ചിട്ട് നല്ല ചൂടാണല്ലോ അല്ലേ? ഓക്കെയാണോ? നമ്മൾ എങ്ങോട്ടാ പോണതെന്ന് അറിയാം? ബൈക്കുമല്ല നമ്മൾ പോണത്. നമ്മളെവിടുക്കാ പോണത്? നമ്മള് മധുരൈ. ഓ, തിരുമലൈ നായ്ക്കർ പാലസിലേക്കായിരുന്നു നമ്മൾ അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേറുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ശരിക്കും ഒരു അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കുറച്ച് ഫിച്ചൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മെജ ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചങ്ങായി നമ്മളെ വിടാതെ പിന്തുടരുന്നുണ്ട്. പിന്നീട് പോയിട്ടുണ്ടായിരുന്ന ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പൊതുവെ തമിഴ്നാട് ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഊണ് കഴിക്കാറുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ആ റൈസ് കഴിക്കാൻ കഴിയൂല. പിന്നെ ഇന്ന് ഗ്യാസിൻ്റെ ഇഷ്യൂസും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്കിന്ന് കഴിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു സ്പെഷ്യൽ മിക്സ് ഉണ്ടായിരുന്നു, എന്തോ ഒരു പൊടിയും ഒരു ഗീയൊക്കെ തൂവിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കൂട്ടി കഴിച്ചപ്പോൾ ആ ഒരു റൈസ് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മുതൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു പൂവാണിത്. കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്തു, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി എൻ്റെ മോനെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോരുന്ന വഴിയിൽ ഇതുപോലെ അടിപൊളി മേഘങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
ക്ലൗഡിൻ്റെ ഈ ഒരു ഷേപ്പിന് എന്തോ പേരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ട് വെച്ചെങ്കിൽ കമൻറ്റ്. അടുത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കമ്പത്തേക്കായിരുന്നു. കമ്പത്തിൽ നിന്ന് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ കാലം മുന്നത്തെ ആഗ്രഹമായിരുന്നു ഇത് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ജസ്റ്റ് മിസ്സായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് നമ്മളവിടെ എത്തിയ സമയം ക്ലോസിങ് ആയിരുന്നു. അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ കണ്ടു, പക്ഷെ അവിടെ കുറേ നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു പോക്ക് നൈറ്റ് കുമളിയിലെത്തിയിട്ട് റൂം തിരഞ്ഞ് നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. സൂഹി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് റൂം മസ്റ്റായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ ടൈം എടുത്തിട്ടാണ് നമുക്കൊരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര റഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റൂമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് നീറ്റായിട്ടുള്ള റൂമായിരുന്നു. ലഗേജൊക്കെ അയച്ച് റൂമിലേക്ക് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ട്രിപ്പിലെ ഡേ 1 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഡേ 2 വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.